ആ ബോംബുകളിൽ ചിലത് പരസ്പര ഘർഷണം കൊണ്ട് പൊട്ടാൻ സാധ്യതയുള്ള തിരിച്ചറിവ് കൊണ്ടാണ് അയാളുടെ ഓട്ടം പതുക്കെയാവുന്നത്. ആ ഓട്ടം പതുക്കെയാവുന്നതുകൊണ്ട് എനിക്ക് അയാളെ പിടിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഞാൻ. അപ്പം അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇതിനകത്ത് കൈയിടുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പം മനസ്സിലായിട്ടില്ല അത് ബോംബാണ്. മനസ്സിലായി നമുക്കറിയാം. പക്ഷെ അയാൾ തിരിഞ്ഞു ഓടുകയാണ്. അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തോക്കുണ്ട്, എൻ്റെ കയ്യിൽ ആയുധമുണ്ട്, എനിക്ക് വേണമെങ്കിൽ വെടിവെക്കാം. പക്ഷെ വെടിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് വെച്ചാൽ അയാളുടെ പുറകിലാണ് കൊള്ളുക. പുറകിൽ ഒരാളുടെ പുറത്ത് വെടി കൊള്ളുമ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ ഓടിപ്പോകുന്ന ഒരാളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെടിവെച്ചു എന്നാണ് പിന്നീട് അന്വേഷണത്തിൽ വരിക. ഇതൊരു സെക്കൻഡിൻ്റെ ചിന്താമണ്ഡലത്തിൽ വന്ന ഒരു സെക്കൻഡ്. ഞാൻ ഈ ഹോൾസ്റ്റർ തുറന്നു, എപ്പോഴും എടുക്കാൻ പറ്റില്ല, ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഹോൾസ്റ്റർ തുറന്നു എടുക്കുന്നതിന് മുമ്പ് ഞാൻ അയാളെ ശാസിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി അയാൾ എന്തോ ചെയ്യാൻ പോവാണെന്നുള്ളത്. അപ്പം എടാ ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നുണ്ടാവാണ് അയാളോട്. പക്ഷെ അയാൾ അതിന് മുമ്പ് തിരിഞ്ഞു പോലും നോക്കാതെ ഇതിനകത്തൊരു ബോംബ് എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു. എന്നെ നോക്കിയിട്ട് പോലും ഇല്ല അയാൾ. അയാളുടെ ഉദ്ദേശം എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. അദ്ദേഹം മരിച്ചുപോയി പിന്നീട്. ബോംബ് നിർമ്മാണത്തിനിടെ തന്നെയാണ് അദ്ദേഹം മരിച്ചത്, ചെയ്ത ആൾ. അപ്പോൾ അങ്ങനെ എറിഞ്ഞപ്പോൾ ഞാൻ നേരെ അങ്ങ് പൊട്ടി, എൻ്റെ കാലിൻ്റെ ഇടയിൽ വീണാണ് പൊട്ടിയത്. ഞാനങ്ങ് പൊങ്ങിപ്പോയി. എൻ്റെ പോലീസുകാരുടെ കയ്യിലേക്കാണ് ചെന്ന് വീഴുന്നത്. എനിക്ക് പിന്നെ മിന്നാരം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴേ ജഗതി നിൽക്കുന്നൊരു നിപ്പുണ്ട്. ഒരു പട്ടിക്ക് ബോംബ് വെച്ച് കൊടുത്തിട്ട് പട്ടി ഇല്ലാതാവൻ ജഗതി ഇങ്ങനെ പറഞ്ഞ് പുകയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ചിരിക്കാറുണ്ട്, ഞാനന്ന് അങ്ങനെയാണല്ലോ നിന്നത്, യൂണിഫോമൊക്കെ പിങ്ങി. ഇത്ര തമാശയായിട്ട് പറയാൻ പറ്റും. അല്ല ഇപ്പം ആലോചിക്കുമ്പം